എങ്ങനെയാണ് ഐസിന് ശരിക്കും ഈ ഡയബറ്റിക് പേഷ്യന്റ് ഐസിന്റെ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഒന്നാമത് പ്രമേഹം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗൻ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസ് അല്ല. പ്രമേഹം അതിൽ ബേസിക്കലി ഈ ഷുഗർ കൂടുക എന്ന് പറയുമ്പോൾ വർഷങ്ങൾ ഒരു പേഷ്യന്റ് ഷുഗർ കൺട്രോൾ ആകാതിരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഓർഗൻസിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങും. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന 3 ഓർഗൻസ്, ഒന്ന് ഡെഫിനറ്റ്ലി കണ്ണുകൾ തന്നെയാണ്, 2 കിഡ്നി ആൻഡ് 3 ഹാർട്ട്. ഇത് കൂടാതെ ഞരമ്പുകളെ എഫക്ട് ചെയ്യും. പക്ഷെ സ്റ്റിൽ ഈ 3 ഓർഗൻസ് ആണ് ഒരു പേഷ്യനെ സംബന്ധിച്ച് അവർക്ക് ലൈഫ് ത്രെറ്റനിങ്, പ്രത്യേകിച്ചും കിഡ്നിയും ഹാർട്ടും ആയതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഈ 2 കണ്ടീഷൻസ് കുറിച്ച് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വിഷൻ, ഒരാൾക്ക് വിഷൻ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾ മോർബിഡ് ആവുകയാണ്. അതായത് അവരുടെ കൂട്ടിരിപ്പോ അല്ലെങ്കിൽ റിലേറ്റീവിനോ അവരൊരു സഹായം തരേണ്ട അവസ്ഥ വരുവാണ്. അപ്പം ലോങ് ടേം ഈവൻ ദോ ലൈഫ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിലും ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റഡ് ആവുകയാണ്. അതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഷുഗർ, അതായത് പ്രമേഹത്തിന് നമ്മൾ എടുക്കുന്ന ഗുളികയും അതിനൊപ്പം തന്നെ ജീവിതശൈലി മാറ്റുമ്പോൾ അതെല്ലാം കറക്റ്റ് ആകുകയാണെങ്കിൽ അതിന്റെ ആകത്തുക തീർച്ചയായിട്ടും കണ്ണിലും പ്രതിഫലിക്കും. ഷുഗർ കൺട്രോൾ അല്ലാത്ത ഒരാളെയാണെങ്കിൽ തീർച്ചയായിട്ടും നിശ്ചിത അളവിൽ നമ്മൾ കണ്ണിന്റെ ടെസ്റ്റ്, പ്രത്യേകിച്ചും കാഴ്ച എന്നുള്ളതല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട്. അതായത് കണ്ണിനെ അഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പലരും പറയും കണ്ണാടി ഇടുന്നുണ്ട് അപ്പോൾ കാഴ്ച കാണുന്നുണ്ടല്ലോ, അപ്പൊ എന്തിനാണ് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നൊരു സംശയം പലർക്കും ഉണ്ടാവാം. തീർച്ചയായിട്ടും ലാസ്റ്റ് സ്റ്റേജസ്, ഏതും ലേറ്റ് സ്റ്റേജസിൽ മാത്രമാണ് ഈ പറഞ്ഞിട്ട് കണ്ണ് അഫക്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കിഡ്നിയും അഫക്റ്റ് ചെയ്യുന്നതും. എല്ലാവർക്കും പൊതുവിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം ഏകദേശം ഒരു ജെൻസി അല്ലെങ്കിൽ ജെന്നാൽഫയ്ക്ക് എല്ലാവർക്കും അറിയാം ബേസിക്കലി ക്രിയാറ്റിൻ ആണ് കിഡ്നിയുടെ ടെസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ക്രിയാറ്റിൻ എന്നുള്ളതല്ല, ക്രിയാറ്റിന് മുമ്പും ഈ പ്രോട്ടീനിലേക്കായിരിക്കും ഫസ്റ്റ് തുടങ്ങുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ കണ്ണിനെയും ആദ്യം തന്നെ കാഴ്ച അഫക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ഫേസിൽ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ലേറ്റ് സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻ ആയിട്ട് കോംപ്ലിക്കേഷൻസിനെ മിറ്റിഗേറ്റ് ആണ് ചെയ്യുന്നത്, ഒരിക്കലും റിവേഴ്സ് ചെയ്യല്ല. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അവരെന്നാണോ ഡയഗ്നോസ് ചെയ്തത് ആ സമയം മുതൽ ബേസ് ലൈനും എല്ലാ കൊല്ലം ഒരു തവണയെങ്കിലും മിനിമം കണ്ണ് മരുന്ന് ഒഴിച്ച് ഡൈലേറ്റ് ചെയ്ത് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി കാഴ്ച പരിശോധിക്കേണ്ടതാണ്. അല്ലാതെ ഒരു ഫോർമലായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും പോയി ഒപ്റ്റിക്കൽസിൽ ഇപ്പോൾ ഒരു കാഴ്ചയ്ക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ എല്ലാവരും ബൈ ഹാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കാണാതെ ഒരു ഒപ്റ്റിക്കൽസ് പോയിട്ട് ജസ്റ്റ് വിഷ്വൽ ഫീൽഡ് ചെയ്യുക അല്ലെങ്കിൽ കാഴ്ച ചെയ്യുക, ഒരു സ്പെക്സ് വെയർ ചെയ്യുക, അതല്ല ഐ ചെക്ക് ചെയ്യുക, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ണ് മരുന്ന് ഒഴിച്ച് ഡൈലേറ്റ് ചെയ്ത് കണ്ണിന്റെ പിറകിലെ പാളി അല്ലെ റെറ്റിന എന്ന് പറയും, റെറ്റിനയിൽ ഷുഗർ കാരണമായിട്ടുള്ള മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ശരി. അപ്പോൾ ഈ ഡയബറ്റീസ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എന്താണ് അത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു ഐ ഹെൽത്തുമായി കണക്ട് ചെയ്തിരിക്കുന്നത്? ഡയബറ്റിക് റെറ്റിന എന്ന് പറയുന്നത് ഫൈനലി നമ്മുടെ കണ്ണ് കാഴ്ച നമുക്ക് വരണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് ഉള്ളിൽ കൂടി കണ്ണിനകത്ത് കൂടി പോയി ആദ്യം ലെൻസ് ക്രോസ് ചെയ്തിട്ടാണ് റെറ്റിനയിലോട്ട് എത്തുന്നത്. അടിയിൽ ഏറ്റവും അവസാനം കണ്ണിൻ്റെ ബാക്കിലിരിക്കുന്ന ഈ പാടേനാണ് റെറ്റിന എന്ന് പറയുന്നത്. ഷുഗർ മെയിനായിട്ട് ബാധിക്കുന്നത് റെറ്റിനേനാണ്, ലെൻസിനെ ബാധിക്കുന്നതിനേക്കാളും റെറ്റിനയ്ക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് നമ്മൾ ഒരു പീരിയോഡിക്കലായിട്ടുള്ളൊരു ഐ ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്, എസ്പെഷ്യലി ഒരു 4-5 years ഒക്കെ ഡയബറ്റീസ് കഴിഞ്ഞുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ചെക്കപ്പ് വേണ്ടതാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഏറ്റവും ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള മെഷേഴ്സ്, നമുക്ക് അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാം. അതിപ്പം ഏർലി ആയിട്ടുള്ള ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒബ്സർവേഷനിൽ കുറച്ചും കൂടെ ഫ്രീക്വൻറ്റ് ചെക്കപ്സിൽ നമ്മൾ ആസ് സോൺ ആസ് പോസിബിൾ എന്തെങ്കിലും അബ്നോർമലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസോ അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ആയിരിക്കും യൂഷ്വലി ഉണ്ടാവുക. പക്ഷേ പൊതുവേ നമ്മൾ ഐ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ഈ റെറ്റിനയുടെ ചെക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കണ്ണ് സാധാരണ പോയി ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതല്ലാതെ നമ്മൾ കണ്ണിനകത്ത് ഡയലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് തുള്ളിമരുന്ന് ഒഴിച്ച് ഡയലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഉള്ളിലത്തെ പാട ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. അത് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇപ്പോൾ കിഡ്നിയുടെ ഹെൽത്തും നമ്മൾ സംസാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് കിഡ്നി ഹെൽത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയബറ്റീസുമായിട്ട്? ഡയബറ്റീസ് ബേസിക്കലി പറയുകയാണെന്ന് വെച്ചാൽ അതിനെ എഫക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണാണെങ്കിലും ഞരമ്പാണെങ്കിലും കിഡ്നി ആണെങ്കിലും ഡയറക്റ്റ്ലി അതിനെ എഫക്ട് ചെയ്യുന്നതിനെക്കാട്ടും അതിനെ
ഉണ്ടാവുന്ന ചെറിയ ചെറിയ രക്തക്കൊഴലുകളെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ രക്തക്കൊഴലിനെ എഫക്ട് ചെയ്യുമ്പോൾ അവിടെ ചെറിയ ഡാമേജ് വരും. അതാണ് ഇപ്പോൾ കണ്ണിലാണെങ്കിൽ അത് ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നു, കിഡ്നിയിലാണെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി, ഞരമ്പുകളെ എഫക്ട് ചെയ്യുമ്പോൾ അത് ഡയബറ്റിക് ന്യൂറോപ്പതി. മനസ്സിലായില്ലേ? അതേപോലെ കിഡ്നിയിലുള്ള ചെറിയ ചെറിയ രക്തക്കൊഴലുകൾ എഫക്ട് ചെയ്യാം. ആ കിഡ്നിയോ ബേസിക്കലി ഒരു അരിപ്പയാണല്ലോ. അരിപ്പയുടെ സുഷിരങ്ങൾ വലുതാവാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യം തന്നെ ക്രിയാറ്റിൻ കൂടുന്നതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ പ്രോട്ടീനുകൾ ലീക്ക് ചെയ്യാൻ തുടങ്ങും. അതിനാണ് ആൽബുമിൻ പറയാം. അപ്പം നമ്മൾ ക്രിയാറ്റിൻ നോക്കുന്നതിന് മുന്നേ തന്നെ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് ലീക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ലീക്ക് ചെയ്യുന്നത് കിഡ്നിയുടെ ഇടയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബാക്കി കോശങ്ങളെയും കൂടെ ഗ്ലോമറുലൈ, കിഡ്നിയുടെ നമ്മൾ ചെയ്യുന്ന ഫിൽട്ടറാണ് ഗ്ലോമറുലൈ. ഈ ഗ്ലോമറുലൈ കുറഞ്ഞു വരും, വർക്കിംഗ് ഗ്ലോമറുലൈ കുറഞ്ഞു വരും. ഫൈനലി കിഡ്നി ഗോസ് ടു ഒരു ഫുള്ളി ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അത് ഇറ്റ്സ് എ സ്റ്റേജ് ഡിസീസ്. ഫസ്റ്റ് ആദ്യം വരുന്നത് മൈക്രോ ആൽബുമിനൂറിയ. ദാറ്റ് മീൻസ് അതിൽ ഈ ആൽബുമിൻ ലീക്ക് ആവുന്നൊരവസ്ഥ. പിന്നെയാണ് ക്രിയാറ്റിൻ കൂടുന്നത്. ക്രിയാറ്റിൻ കൂടുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം. സ്ലോലി അതും ഒരു വൺസ് കിഡ്നിയിൽ ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഒരു ഇറിവേഴ്സിബിൾ സ്റ്റേറ്റ് ആണ്. തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും വരത്തില്ല. നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാം. പറഞ്ഞല്ലോ, കോംപ്ലിക്കേഷൻസ് വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ നെവർ റിവേഴ്സ് ഇറ്റ്. നമുക്കത് കൺട്രോൾ ചെയ്യാം, പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ലേറ്റ് അല്ല, വി ക്യാൻ കൺട്രോൾ ദ പ്രോഗ്രഷൻ. അപ്പം നെഫ്രോപ്പതി എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജസിൽ ആൽബുമിൻ ലീക്ക് ആവുകയും പിന്നെ ക്രിയാറ്റിൻ കൂടിക്കൊണ്ടുവരിക. അപ്പം കിഡ്നിയുടെ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടുവരും. കിഡ്നിയുടെ ദെൻ ലേറ്റർ സ്റ്റേജിൽ അതൊരു ഡയാലിസിസോ എത്തുന്ന അവസ്ഥയ്ക്ക്, അതായത് സ്റ്റേജ് 5 CKD എന്ന് പറയും. പേഷ്യൻറ്റ് മൈറ്റ് നീഡ് ഡയാലിസിസ്. ഇപ്പൊ ഈ കിഡ്നി ഹെൽത്തിന്റെ പറയുന്ന സമയത്ത് തന്നെ എപ്പോഴാണ് അപ്പൊ അവരൊരു ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കിഡ്നി ഹെൽത്ത് എപ്പോഴാണ് ഇവർ കൺസേൺഡ് ആവേണ്ടത് ശരിക്കും? ഇതില് ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഒരു ഷുഗർ പേഷ്യന്റ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റിന് ആദ്യം ഉണ്ടാവുന്നത് ആൽബുമിൻ ലീക്ക് ആവുകയാണ്. ആൽബുമിൻ ലീക്ക് ആവുമ്പോൾ വർഷങ്ങളെടുത്താണ് ഒരു ക്രിയാറ്റിൻ അല്ലെങ്കിൽ കിഡ്നി ഡിസീസിലേക്ക് പോവുക, ക്രോണിക് ഡിസീസിലേക്ക് പോവുക. ഒരു പേഷ്യന്റ് ഡയഗ്നോസ് ആകുന്ന ആ മൊമെന്റ് മുതൽ അയാൾ പ്രോൺ ആണ്. അതായത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആക്സിഡന്റ് പറ്റുമെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും പറ്റുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മുൻകരുതൽ എടുക്കുക. അപ്പോൾ ഡയഗ്നോസ് ആവുന്ന മൊമെന്റിൽ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു യൂറിൻ ആൽബുമിൻ, മേൽ പറഞ്ഞ പോലെ ഡോക്ടർ നിയ പറഞ്ഞ പോലെ ഒരു യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നുള്ള ടെസ്റ്റ് വളരെ ചീപ്പായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഒരുവിധം എല്ലാ ലാബിലും അവൈലബിൾ ആണ്. അത് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുക. അതിനൊപ്പം തന്നെ ക്രിയാറ്റിനും ബേസ് ലൈൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്ത മൊമെന്റിൽ തന്നെ ചെയ്യുക. അതിനുശേഷം തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ ആനുവലി ഒരു തവണ യൂറിൻ ആൽബുമിൻ ചെയ്യുക. അതിനൊപ്പം തന്നെ ക്രിയാറ്റിൻ ചെയ്യുക. അത് ചെയ്ത് അതിൽ മേൽപ്പറഞ്ഞ പോലെ ലീക്ക് ഉണ്ടെങ്കിൽ അതിനും റിവേഴ്സ് ചെയ്യാനുള്ള അനവധി മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആൽബുമിൻ വന്നു എന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല. തുടക്കം തന്നെ കണ്ടുപിടിച്ചാൽ അതിന് മേൽ പറഞ്ഞ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഒരു മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ടോട്ടലി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മാത്രമാണ്. ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ ഹാർട്ട് എത്രത്തോളം ഹെൽത്തിയാണ്, അതിന്റെ ഒരു സ്പാൻ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും ശരിക്കും? ഹാർട്ടിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഷുഗർ ഉള്ളവർക്ക് കോ എക്സിസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ BP ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം. അതല്ലാതെ പേഷ്യൻ്റ് ഇപ്പോൾ ചിലപ്പോൾ സ്മോക്കിങ്ങോ അങ്ങനെ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലും ഇൻടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഇൻഡിവിജ്വൽ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, എല്ലാം ഹാർട്ടിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡയബറ്റീസ് എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നോക്കി നമ്മൾ ഓരോ റിസ്ക് ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഏറ്റവും ഹാർട്ടിൻ്റെ ഹെൽത്ത് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് ഷുഗർ ഉള്ള സമയത്തും ബാക്കിയുള്ള ഈ പറഞ്ഞ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഇൻ്റർവെയിൻ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിരിക്കും. ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷുഗറുള്ള ആൾക്കാണെങ്കിൽ എപ്പോഴും ഷുഗറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇതും രണ്ടും ഒരു എക്സ്ട്രാ അഡീഷണൽ റിസ്ക് ഫാക്ടർ. അപ്പോൾ നമ്മൾ ഷുഗർ ഒരിക്കലും ഒറ്റയ്ക്ക് നോക്കിയിട്ട് ഒരു നാരോ ഒരു ലൈനിൽ നോക്കിയിട്ട് പോകില്ല. നമ്മൾ എല്ലാം കൂടെ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും അവരുടെ പേഷ്യൻ്റെ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നിച്ചു എടുത്തിട്ട് ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ബേസിക്കലി. ഹാർട്ട് ഡെഫിനറ്റ്ലി ഒരു ഹാർട്ടിൻ്റെ ഡിസീസസ് ഡയബറ്റീസുള്ള ഒരു പേഷ്യൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാർട്ട് ഇസ് അറ്റ് ഗ്രേറ്റർ റിസ്ക്. അപ്പോൾ അതിനകത്ത് ഈ ഡയബറ്റീസിലപ്പോൾ നമ്മളൽപ്പം കേട്ടിട്ടുണ്ട് ഈ സൈലൻ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ഷുഗറുള്ളവർക്ക്, അതും കുറേ നാളായിട്ടുള്ള ഷുഗറുള്ളവർക്ക് എസ്പെഷ്യലി നമുക്ക് ഹാർട്ടിനകത്ത് സിംറ്റംസ് അധികം ചിലപ്പോൾ കണ്ടുവരില്ല. ചിലപ്പോഴും പലപ്പോഴും നമ്മൾ ഈ ഗ്യാസ് എന്ന് പറയുന്നത് പാസ് ഔട്ട് ചെയ്യണ ചിലപ്പോൾ സിംറ്റംസ് ചിലപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അപ്പം യൂഷ്വലി ഡയഗ്നോസ് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് ഹാർട്ടിൻ്റെ ഒരു ബേസിക് ചെക്കപ്പ് എപ്പോഴും ചെയ്യുന്നതാണ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഒരു 35 ഇയേഴ്സിന് മേലെ ആണെന്നുണ്ടെങ്കിൽ.
അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഹാർട്ടിൻ്റെ വേറെ ടെസ്റ്റുകൾ, ഇപ്പോൾ ECGയിൽ സപ്പോസ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും കാണുകയാണ്, അല്ലെങ്കിൽ പേഷ്യൻസിന് സിംറ്റംസ് ഉണ്ട്, നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് കിതപ്പ് വരിക, അല്ലെങ്കിൽ കോണി കയറ്റുമ്പോൾ നമുക്ക് കിതപ്പ് വരിക, കാലിൽ നീര് വരിക, ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് ചിലപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിരിക്കാം. അപ്പോൾ നോക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ECG ആണ്. അതിൽ എന്തെങ്കിലും ഫർദർ ചേഞ്ചസ് നമുക്ക് അഡീഷണൽ ടെസ്റ്റ് തോന്നുകയാണെങ്കിൽ യൂഷ്വലി ഇതിൻ്റെ ബിയോണ്ട് നമ്മൾ യൂഷ്വലി നോക്കുന്നത് എക്കോ അല്ലെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒരു 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 ഹെൽപ്പ് കൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് മാനേജ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ചാൻസ് ഭയങ്കര കൂടുതലാണെന്നാണ് അല്ലേ? ശരിക്കും അത് പേടിക്കേണ്ട ഒരു കാര്യമാണോ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വൺ തിങ്, ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഷുഗർ, എല്ലാവരുടെ വിചാരം ഷുഗറിന് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ഷുഗർ, ഇറ്റ്സ് എ മൾട്ടി സിസ്റ്റം ഡിസോർഡർ. എല്ലാ ഓർഗൻസിനെ എഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പക്ഷേ പേടിയെക്കാട്ടും നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. ഇഫ് യു കൺട്രോൾ ഓൾ ദീസ് കോംപ്ലിക്കേഷൻസ്, നമുക്ക് ഒരു അളവ് വരെ 100% ആയിരിക്കില്ല, 70 to 80% ഓൾ കോംപ്ലിക്കേഷൻസ്, അത് ഈ ചെറിയ ഞരമ്പുകളുടെ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി, കണ്ണ് ആൻഡ് നെർവ്സ് ഉണ്ട്. അതുകൂടാതെ മാക്രോവാസ്കുലർ വലിയ വലിയ രക്തക്കുഴലിനെ എഫക്ട് ചെയ്യുന്നതിനാണ് ഈ ഹാർട്ട്, സ്ട്രോക്ക്, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, സ്ട്രോക്ക്, ഞരമ്പ്, ഇതൊക്കെ ഒരു 70 to 80% നമുക്ക് ഒരു ലെവൽ വരെ കൺട്രോൾ ചെയ്യാം, പ്രൊവൈഡഡ് ഷുഗർ നല്ല കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ. അത് അവിടെയും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ 5 കൊല്ലം കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ലെവൽ വരെ നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാം. അപ്പം യെസ്, ഡയബറ്റീസ് പേഷ്യൻ്റ് ഉള്ള ആൾക്ക് നോൺ ഡയബറ്റിക് കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധയെടുക്കണം. ട്രീറ്റ്മെൻറ്റ് വെറും ഷുഗറിൻ്റെ മാത്രമല്ല, ബാക്കി ഈ പറഞ്ഞ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് ഷുഗർ കൊണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമായില്ല. BP കൺട്രോളിലായിരിക്കണം. കൊളസ്ട്രോളിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്, ഏത് ഡയബറ്റിക് പേഷ്യൻസിനും നമ്മൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് മോസ്റ്റ്ലി ഉണ്ടാവും. എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതാണ്. നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടും, നെക്സ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ കൊളസ്ട്രോൾ നോർമലായി എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് സ്റ്റോപ്പ് ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. കൊളസ്ട്രോളിൻ്റെ മരുന്ന് എല്ലാ ഡയബറ്റീസ് പേഷ്യൻ്റ് ഇൻവേരിയബിളി ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിൻ ഉണ്ടാവും. സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ മരുന്നാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 60 to 70% പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് 60 to 70% വി ക്യാൻ പ്രിവെൻറ്റ് ഓൾ ദീസ് കോംപ്ലിക്കേഷൻസ്.